ദൈവം നമുക്കായി എല്ലാം മനോഹരമായി സൃഷ്ടിച്ചു. God has made everything beautiful for you. പ്രിയമുള്ളവരെ, ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഉക്രൈനിൽ നിന്നുള്ള ഒരു മ്യൂസിക് ബാൻഡാണ്. നമ്മോടൊപ്പം ഉള്ളതും സിസ്റ്റർ ലിജി, അവരുടെ ഡെലിഗേറ്റ് സുപ്പീരിയർ. ഞാൻ ഫാദർ ലോയ്സ് നീലങ്കാവിൽ CMI കഴിഞ്ഞ 10 വർഷമായി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. ജർമ്മനിയുടെ തൊട്ടടുത്ത രാജ്യമായ ഉക്രൈനിൽ ജോലി ചെയ്യുന്ന ഈ സിസ്റ്റേഴ്സ്, അവരെ പരിചയപ്പെടുവാൻ എനിക്ക് ഒരു അവസരമുണ്ടായി. അവരോടൊപ്പം ഒത്തിരി പ്രോഗ്രാം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു. ഇവർ ഇന്ത്യയിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഷാലോമിലേക്ക് ഇവരെ ക്ഷണിക്കുകയും ഇവർ സന്തോഷത്തോടെ നമ്മോടൊപ്പം ആയിരിക്കുകയാണ് ഇന്ന്. സിസ്റ്റർ തന്നെ ഒന്ന് ഇവരെ എല്ലാവരെയും പരിചയപ്പെടുത്തും. ഞാൻ സിസ്റ്റർ ലിജി പയ്യപ്പള്ളി, അങ്കമാലി അകപ്പറമ്പ് ഇടവകയിലെ നായത്തോട് എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും പരിചയപ്പെടുത്താം. സിസ്റ്റർ ലൗറ കീബോർഡ് വായിക്കുന്നു. സിസ്റ്റർ സ്ലോവാക്കിയയിൽ നിന്നുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ ക്രിസ്റ്റീന അക്കുസ്റ്റിക് ഗിത്താർ, ബാസ് ഗിത്താർ വായിക്കുന്നു. സിസ്റ്റർ ഉക്രൈനിൽ നിന്നുള്ള ആദ്യത്തെ സിസ്റ്ററാണ്. സിസ്റ്റർ മറീന ബാസ് ഗിത്താർ വായിക്കുന്നു. സിസ്റ്റർ പ്രൊഫഷൻ ചെയ്തിട്ട് 1 വർഷമായിട്ടുള്ളൂ. നത്താൽക്ക പോസ്റ്റുലൻറ്റ്, നത്താൽക്ക വയലിൻ, കീബോർഡ്, വോക്കാൽ. എൻ്റെ അടുത്ത വശത്തിരിക്കുന്നത് സിസ്റ്റർ എരിക്ക ഡ്രംസ് വായിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരെ ഈ ദിവസങ്ങളിൽ പരിചയപ്പെടാം. ഒപ്പം സിസ്റ്ററിൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. അതിനു മുൻപായിട്ട് നമുക്ക് ഇവരുടെ ആദ്യത്തെ ഒരു ഗാനം ഇപ്പോൾ തന്നെ ആസ്വദിക്കാം. Show.
തന്നെയാനും കാണിക്കാനവ നിന്നെ വിളിക്കും, തിരുവചനം പകർന്നെന്നെ വാരി തെളിക്കും. തന്നെയാനും കാണിക്കാനവ നിന്നെ വിളിക്കും, തിരുവചനം പകർന്നെന്നെ വാരി തെളിക്കും. ശക്തി പകരും എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവ നിന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുറക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. സിസ്റ്ററെ, നമുക്ക് സിസ്റ്ററിൻ്റെ സഭയെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സഭയെക്കുറിച്ച് സിസ്റ്റർ ഉക്രൈനിൽ പോയ കാലഘട്ടം, അല്ലെങ്കിൽ എത്ര നാളായിട്ട് അവിടെയുണ്ട്, ഈ സഭയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സിസ്റ്റർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കുറച്ച് പറയാമോ? 1845 ഫ്രാൻസിലെ അൽസാസ് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ആരംഭിച്ചത്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ഓഫ് സെൻറ്റ് മാർക്കും. ഞങ്ങളുടെ ക്യാരിസം അഡോറേഷൻ, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിച്ചിരിക്കുന്ന ഈശോയെ ആരാധിച്ച് അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പാവങ്ങളിലേക്കും സഹായം ആവശ്യമുള്ളവരിലേക്കും നമ്മൾ സേവനം ചെയ്യുന്നു. ഇനി ഉക്രൈനിലേക്ക് സിസ്റ്റർ പോയിട്ട് എത്ര നാളായി? 1999 ഞാൻ ആദ്യമായിട്ട് ഉക്രൈനിലേക്ക് പോയത്. അതിനുശേഷം ഞാൻ അവിടെ വെച്ച് സിക്കായി തിരിച്ചു പോരേണ്ടി വന്നു. വീണ്ടും 2003 ഞാൻ തിരിച്ചുപോയി. അങ്ങനെ മൊത്തം 20 വർഷമായിട്ട് ഞാൻ ഉക്രൈനിലാണ്. വേറെ മറ്റ് മലയാളി സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടോ? ഞങ്ങളിപ്പോൾ 2 സിസ്റ്റേഴ്സാണ് മലയാളികളുള്ളത്. സിസ്റ്റർ ജയതി ഞാനും, ഞങ്ങൾ 2 പേരാണ് ഇപ്പോൾ അവിടെ മലയാളികളായിട്ടുള്ളത്. വെരി ഗുഡ്. നമുക്കിനി മറ്റ് വിശേഷങ്ങൾ തുടരെ കേൾക്കാം. അതിനു മുൻപ് മറ്റൊരു ഗാനം ഇവരുടെ നമുക്ക് ഇപ്പോൾ തന്നെ ആസ്വദിക്കാം. And you will be, you have seen, and you will see. You know when I rise and when I fall, see it all. You hung the stars and you move the sea, and still you know me. Oh, 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 oh. You know me. You
still you know me. Oh, 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 you know me. Oh, 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 and nothing is hidden from your sight. Wherever I go, you find me, and you know every detail of my life. And you are God, and you don't miss a thing, and nothing is hidden from your sight. Wherever I go, you find me, and you know every detail of my life. And you are God, and you don't miss a thing. Oh, 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 you know me. You memorize me. നമുക്കറിയാം, മറ്റൊരു ഭാഷ പഠിച്ച് അതിനിൽ പ്രാവീണ്യം നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ അത്ര മനോഹരമായിട്ടാണ് ഈ പാട്ടുകൾ പാടുന്നത്. കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു നിങ്ങളുടെ ഫൗണ്ടറെ കുറിച്ച് ഒരു 2 വാക്ക് സിസ്റ്റർ. ഞങ്ങളുടെ ഫൗണ്ടർ ഫാദർ പിയർ പോൾ ബ്ലാങ്ക് ഒരു ഡയസഷൻ പ്രീസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് അൾസാസിൽ ഒത്തിരി യുവജനങ്ങൾ ഞങ്ങളുടെ ഫൗണ്ടറിൻ്റെ അടുത്ത് വന്നിട്ട് സന്യാസത്തിലേക്ക് ചേരുവാനായിട്ട് ആഗ്രഹമുണ്ട്, അവർക്ക് സമർപ്പിത ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിതാവിൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ സമയത്തൊക്കെ കോൺഗ്രിഗേഷൻ കൂടുതൽ സ്കൂളുകൾ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ കൂടുതലും സമയം ആരാധനയോട് താല്പര്യമുള്ള യങ്ങായിട്ടുള്ളവർ വന്നിട്ട് പിതാവിൻ്റെ അടുത്ത് ചോദിച്ചു. ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തുടങ്ങിയത്. ഞങ്ങളുടെ ക്യാരിസം മെയിനായിട്ടുള്ളത് ആരാധനയാണ്. അപ്പോൾ ആരാധനയോട് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചത്. അത് തന്നെയാണല്ലോ സിസ്റ്ററും ഈ കോൺഗ്രിഗേഷൻ്റെ കാരിസം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനൊരു ബാൻഡ് രൂപീകരിക്കപ്പെട്ടതും അതൊന്ന് ചുരുക്കിയോ എന്ന് പറയാമോ സിസ്റ്റർ? ഞങ്ങൾ ഒരു ധ്യാന ടീമാണ്. ഉക്രൈനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഞങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പം ധ്യാന ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളൊരു മ്യൂസിക് ബാൻഡാണ് ഇവർ. ഉക്രൈനിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഉക്രൈൻ യൂത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവർ ഭയങ്കര ടാലൻറ്റഡ് ആണ്. ശരിയാണ്. അപ്പം എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് പഠിക്കണം, അങ്ങനെ എന്നോട് അഡ്വൈസ് ചെയ്തിട്ട് ഞാൻ ഗിത്താറും മേടിച്ചു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട്. പക്ഷെ എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല, ഇൻസ്ട്രുമെൻ്റ് വായിക്കാനുള്ള കഴിവില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കിങ്ങനെ വെളിപ്പെടുത്തി തന്നു, ഈ ദൈവത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് മ്യൂസിക് ആവശ്യമുണ്ടെങ്കിൽ അത് കഴിവ് തന്നിട്ടുള്ളവരെ ദൈവത്തിന് വിളിക്കാനായിട്ട് സാധിക്കും, ഇല്ലാത്ത ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണ്ട എന്ന് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ദൈവത്തിൽ നിന്നും അനുഭവപ്പെട്ടു. അതനുസരിച്ച് ഞാൻ എൻ്റെ ഗിത്താർ മാറ്റി വെച്ചു. പിറ്റേ വർഷമാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ആദ്യമായിട്ട് 2 പെൺകുട്ടികൾ വന്നത്. ആദ്യമായിട്ട് വന്നത് സിസ്റ്റർ ക്രിസ്റ്റീന, സിസ്റ്റർ താവിക, എറിക്കയുടെ ചേച്ചിയാണ് താവിക. അവർ 2 പേരും മ്യൂസിഷ്യൻസ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മ്യൂസിക് ഗ്രൂപ്പിലേക്ക്
പോയത്. പിന്നെ വന്ന സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഈ മ്യൂസിക്കിനോട് അവർ പ്രൊഫഷണലായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഫോർ യു എന്ന ബാൻഡ് ഉള്ളത്. ഫോർ യു എന്നതിൻ്റെ അർത്ഥം ദൈവമേ നിനക്ക് വേണ്ടി, സഹോദര സഹോദരി നിനക്ക് വേണ്ടി. വെരി ഗുഡ്. മ്യൂസിക് ബാൻഡ് ഫോർ യു. നമുക്ക് അടുത്ത പാട്ട് നമുക്ക് ആസ്വദിക്കാം. എത്ര രാജ്യങ്ങളിൽ ഇതുവരെ നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? സത്യത്തിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു കൺസേർട്ട് അങ്ങനെ അവതരിപ്പിക്കാനായിട്ട് താല്പര്യമില്ല. കൂടുതലും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ അവർ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട്, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഷോസ് ഒന്നും നമ്മൾ നടത്താറില്ല. നമ്മൾ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പ് നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ധ്യാനിപ്പിക്കാനായിട്ട് ഇന്ന് വരെയും പോയിരിക്കുന്നത് ഉക്രൈനിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പുറത്ത് ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ, ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, അവസാനമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലും വന്നു. ഇന്ത്യയിലേക്ക് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ വന്നിട്ട് നമ്മുടെ ഭാഷയിൽ മലയാളം പാടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്, വളരെ അഭിമാനമാണ്. ഈ മലയാളം പാട്ടുകളിലേക്ക് വരാനായിട്ടുള്ള എന്തെങ്കിലും കാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും ഒരു നിമിത്തമായിട്ടൊന്നും കാണുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയായിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് പോലും ദൈവത്തിന് അത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ഞങ്ങൾ 2 മലയാളി സിസ്റ്റേഴ്സ് അവിടെ ഉള്ളപ്പോഴും ഞങ്ങൾ
ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ലാംഗ്വേജ് പഠിച്ച് ഒരു മലയാളം പാട്ട് പാടി നോക്കിയതാണ്, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാട്ട് ഞങ്ങൾ ഫ്രാൻസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാട്ട് പാടാനായിട്ട് സിസ്റ്റേഴ്സിൻ്റെ ജൂബിലിക്ക് അവിടെ പാട്ട് പാടാനായിട്ട് പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 പാട്ടുകൾ അവിടെ പാടാനായിട്ട് പഠിച്ചു. കാരണം അവിടെ മലയാളി സിസ്റ്റേഴ്സുണ്ട്. അപ്പം ഞങ്ങൾക്ക് സന്തോഷം തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മലയാളം പാട്ട് പാടുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ മലയാളം പാട്ട് പാടി. മലയാളം പാട്ട് പാടിയത് ഞാൻ അതൊരു വീഡിയോ എടുത്ത് ആരൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ മലയാളം പാട്ടുകൾ കൂടുതൽ പേര് അറിയാൻ തുടങ്ങിയത്. അത് യൂട്യൂബിൽ പിന്നീട് ഭയങ്കര ഹിറ്റായി കൊണ്ടിരിക്കുകയാണ് പല പാട്ടുകളും. മ്യൂസിക് ബാൻഡ് നിങ്ങൾ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ ഒത്തിരി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. ഒത്തിരി പേര് നിങ്ങളെ അറിയും. ഉക്രൈൻ സിസ്റ്റേഴ്സ് എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. ഇത് കോൺഗ്രിഗേഷൻ ആണെന്നോ ആരൊക്കെയാണെന്നുള്ളത് ഇന്നിപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഈ അടുത്തൊരു പാട്ട് ഇവരുടെ ഭാഷയിൽ, ഉക്രൈൻ ഭാഷയിലുള്ള അടുത്തൊരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. Somehow